എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ഭാഗത്തെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഞാൻ ഇന്നിവിടെ നൽകുന്നത്. ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നാം നോക്കിയത് ഭരണഘടനയുടെ ഉത്ഭവം അഥവാ എങ്ങനെയാണ് ഭരണഘടന എന്ന ആശയത്തിലേക്ക് എത്തപ്പെട്ടത്, അതിനു കാരണക്കാരായവർ ആരൊക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം, അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ബാക്കി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ള 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ 22 കമ്മിറ്റികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നതുമായ ചില പ്രധാന കമ്മിറ്റികളും അവയുടെ തലവന്മാരും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റീസ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി എന്ന വലിയ കമ്മിറ്റിയുടെ ചെയർമാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് JP കൃപലാനി. നമുക്കറിയാം, JP കൃപലാനിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി. അദ്ദേഹമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്തതാണ് മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. മൈനോറിറ്റീസ് സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് HC മുഖർജി. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജി. അടുത്ത കമ്മിറ്റിയാണ് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി. ഈ കമ്മിറ്റികളുടെ എല്ലാം ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന് ശില്പിയായ ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി എന്നീ കമ്മിറ്റികളുടെ ചെയർമാൻ. അടുത്തതാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പിയായ സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 2 കമ്മിറ്റികളാണ് ചെയർമാനായുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിയും പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും. അടുത്തതാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുത്ത രാജേന്ദ്ര പ്രസാദാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ. രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിട്ടുള്ള അടുത്ത 2 കമ്മിറ്റികൾ കൂടിയുണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി ആൻഡ് ഫ്ലാഗ് കമ്മിറ്റി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, അധ്യക്ഷന്മാരാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഓർത്തു വയ്ക്കാം, രാജേന്ദ്ര പ്രസാദ്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹം തന്നെയാണ്. കൂടാതെ ഫ്ലാഗ് കമ്മിറ്റി ചില പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാനും രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. 3 കമ്മിറ്റികളാണ് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്നത്: റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി ആൻഡ് ഫ്ലാഗ് കമ്മിറ്റി. അടുത്ത കമ്മിറ്റിയാണ് ഹൗസ് കമ്മിറ്റി. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പട്ടാഭി സീതാരാമയ്യ ചെയർമാനായുള്ള കമ്മിറ്റിയാണ് ഹൗസ് കമ്മിറ്റി. അടുത്തത് ലാംഗ്വേജ് കമ്മിറ്റി അഥവാ ഭാഷാ കമ്മിറ്റിയുടെ ചെയർമാനാണ് മോട്ടൂരി സത്യനാരായണയാണ് ലാംഗ്വേജ് കമ്മിറ്റിയുടെ ചെയർമാൻ. അവസാനമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നമുക്ക് കേട്ടിട്ടുണ്ട്, കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെടുന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് കൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ രൂപീകരണം നടന്ന ദിവസമാണ് 1947 ഓഗസ്റ്റ് 29. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്.
ഒന്നാമത്തെ ആളാണ് ഡോക്ടർ BR അംബേദ്കർ. പിന്നെ അടുത്തത് N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, BL മിത്തർ ആൻഡ് TP കൈതൻ. അങ്ങനെ 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ചിലപ്പോഴെങ്കിലും ഇതിൽ ചില പേര് മിസ്സാക്കിയിട്ട് ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടാത്തത് ആര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 7 പേരുകളും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഈ 7 അംഗങ്ങളും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നില്ല. അതിൽ 2 പേർ ഒരാൾ BL മിത്തർ രാജിവെച്ച് പോവുകയുണ്ടായി. അങ്ങനെ BL മിത്തർ രാജിവെച്ച ഒഴിവിലേക്ക് വന്നതാണ് N മാധവറാവു. അടുത്തതായി DP ഖേതാൻ മരണപ്പെട്ടു. DP ഖേതാൻ മരിച്ചതിനെ തുടർന്ന് വന്ന ആളാണ് TT കൃഷ്ണമാചാരി. ഇങ്ങനെ മൊത്തം 9 പേര് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ 9 പേര് നമ്മൾ കൃത്യമായി ഓർത്തു വെക്കണം. ആരെല്ലാമാണ്? ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, BL മിത്തർ, DP ഖേതാൻ. BL മിത്തർ രാജിവെച്ച ഒഴിവിലേക്ക് വന്നത് N മാധവറാവു. DP ഖേതാൻ മരണപ്പെട്ടതിനെ തുടർന്ന് വന്നത് TT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായിരുന്ന BN റാവു ആണ്. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായിരുന്നു BN റാവു. അദ്ദേഹമാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ BN റാവു ഉണ്ടാക്കിയ ആദ്യ ഡ്രാഫ്റ്റിൽ കുറച്ച് തിരുത്തുകളെല്ലാം വരുത്തിയാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1948 ഫെബ്രുവരി 21 ആദ്യ ഡ്രാഫ്റ്റ് സഭയിൽ അവതരിപ്പിച്ചത്. ഈ ആദ്യ ഡ്രാഫ്റ്റിൽ നിന്ന് ധാരാളം തിരുത്തുകളെല്ലാം വരുത്തി ഫൈനൽ ഡ്രാഫ്റ്റായി 1948 നവംബർ 4 അവതരിപ്പിച്ചു. ഈ ഫൈനൽ ഡ്രാഫ്റ്റിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ തീയതിയാണ് 1949 നവംബർ 26. ഈ ദിവസമാണ് നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ദിവസം. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ച ദിവസം, അഥവാ ഭരണഘടന ഇനാക്ട് ചെയ്ത ദിവസം. അങ്ങനെ ഭരണഘടനാ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഈ നവംബർ 26 ഭരണഘടനാ ദിനം അഥവാ നിയമദിനം, അങ്ങനെ എല്ലാം പിന്നീട് അറിയപ്പെടുന്നത്. അങ്ങനെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 2 മാസങ്ങൾക്ക് ശേഷം 1950 ജനുവരി 26 നാം റിപ്പബ്ലിക്കായി ആചരിക്കുന്ന 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ എടുത്ത സമയമാണ് 2 വർഷം 11 മാസം 17 ദിവസം. ഏകദേശം 3 വർഷത്തിനടുത്താണ് 10 രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്. അതിനായി സമ്മേളിച്ച സമ്മേളനങ്ങളാണ് 11 സമ്മേളനങ്ങൾ കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയത്. അതിനായി മൊത്തം ചെലവ് വന്ന തുകയാണ് 64 ലക്ഷം രൂപ. 11 സമ്മേളനങ്ങൾ 165 ദിവസം സമ്മേളിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ന നമ്മുടെ ബൃഹത്തായ ഭരണഘടന നിർമ്മിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ചേർന്നത് 1950 ജനുവരി 24. അതായത് 1949 നവംബർ 26 അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ അംഗങ്ങൾ ഒപ്പിട്ട ദിവസമാണ് അവസാന സമ്മേളന ദിവസമായ 1950 ജനുവരി 24. 284 അംഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റിൽ ഒപ്പിട്ടത്. നമുക്കറിയാം, വിഭജനത്തിന് ശേഷം 299 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പിട്ടത്. അപ്പോൾ നാം നേരത്തെ പഠിച്ചു, 11 സമ്മേളനങ്ങൾ 165 ദിവസം എടുത്താണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്.
അതിൽ 12ാമത്തെ സമ്മേളനം അവസാനത്തെ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഒപ്പുവെച്ചത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ആകെ ഉണ്ടായ സമ്മേളനങ്ങളാണ് 12 സമ്മേളനങ്ങൾ. ഇനി നാം നേരത്തെ പറഞ്ഞതുപോലെ 10 രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക മുദ്ര എന്ന് പറയുന്നത് ആനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയ ആളാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ. പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന പേരാണ്. ഉത്തരം നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഉണ്ടെന്ന് നമുക്കറിയാം. പ്രിയാമ്പിളിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം തയ്യാറാക്കിയ പ്രിയാമ്പിളിന്റെ ഡിസൈൻ തയ്യാറാക്കിയത് റാം മനോഹർ സിൻഹയാണ്. നന്ദലാൽ ബോസിന്റെ ശിഷ്യനായ റാം മനോഹർ സിൻഹയാണ് പ്രിയാമ്പിളിന്റെ കവർ പേജ് തയ്യാറാക്കിയത്. നമ്മുടെ സാരാനാഥ് സ്തംഭത്തിലെ സിംഹമുദ്രയുടെ സ്കെച്ച് തയ്യാറാക്കിയ ആളാണ് ദീനനാഥ് ഭാർഗവ. ദീനനാഥ് ഭാർഗവയാണ് സിംഹമുദ്രയുടെ പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയത്. അപ്പോൾ നാം പഠിച്ചു ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. അതുപോലെ തന്നെ നമ്മുടെ മറ്റു ദേശീയ ചിഹ്നങ്ങൾ അംഗീകരിച്ച ദിവസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദേശീയ പതാക അംഗീകരിച്ച ദിവസമാണ് 1947 ജൂലൈ 22. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മുൻപാണ് ദേശീയ പതാക അംഗീകരിച്ചത്. നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനത്തിന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. അത് ആലോചിച്ചിരിക്കാം. സ്വാതന്ത്ര്യദിനം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 മുൻപ്, അതായത് 1947 ജൂലൈ 22 തന്നെ ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചിരുന്നു. ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദി അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14. ഈ സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ഭാഷ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ ഗാനമായ ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ച ദിവസമാണ് 1950 ജനുവരി 24. അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് 2 ദിവസം മുൻപ്, അഥവാ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുമ്പാണ് ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിച്ചത്. അതുപോലെ തന്നെ ദേശീയ ഗീതമായ വന്ദേ മാതരം അതേ ദിവസം തന്നെ. അപ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും, ദേശീയ ഗാനമായി ജനഗണമനയും ദേശീയ ഗീതമായി വന്ദേ മാതരത്തെയും അംഗീകരിച്ച ദിവസം എന്നാണ് 1950 ജനുവരി 24. ഇനി അത് നമുക്കറിയാം ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നത് ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കാര്യങ്ങൾ. നാം 2 ക്ലാസ്സുകളിലായി ഭരണഘടനയുടെ നിർമ്മാണ സമിതിയെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. പിന്നീട് ഭരണഘടനയുടെ ബാക്കി പോർഷൻസും ഇതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായി നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ വളരെ ചെറിയ ടോപ്പിക്കുകൾ ഓരോ ദിവസം പഠിച്ച് വളരെ ഇഷ്ടത്തോടെ പഠിച്ച് ഭരണഘടനയിലെ മുഴുവൻ മാർക്കും നമുക്ക് നേടാം. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.